അല്ലു എന്തെങ്കിലും ഒന്നും പറയേ. ഗോൾ അടിച്ചതിനു ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ത് സിമ്പിൾ കാണിച്ചോ ഇവിടെ സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തും. സ്വിച്ച് ഇട്ട് ലൈറ്റ് കത്തി, സ്വിച്ച് ഇട്ട് ലൈറ്റ് കത്തി. ഉണ്ണിയേട്ടൻ ഭയങ്കര ജിമ്മിലൊക്കെ പോകുന്നതാണല്ലേ, ആ മസ്റ്റ് ആരെയും ഇഷ്ടം? തൊഴിലിനെയാണ് ഇഷ്ടം, അത് ഉണ്ണിമുഖത്തിനാണ് ഇഷ്ടം? പറഞ്ഞിട്ട് പോയാൽ മതി. എന്നാലും ഇത്തിരി കൂടുതൽ ആരെയും എനിക്ക് തന്നെ വേണം. പിന്നെ ഒരു പെർഫോമൻസ് നമുക്ക് കണ്ടാലോ. അതായത് ഒരു മെന്റലിസ്റ്റിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുവാണ്. 100-നും 1-നും ഇടയിൽ സംഖ്യ പറയുന്നത് 22 ആണ് പറയുന്നത്. മാറ്റണമെങ്കിൽ മാറ്റാം, പിന്നെ പറ്റത്തില്ല. ഇല്ല വേണല്ലോ 22. അപ്പം ഡൊണാൾഡ് ട്രംപ് പിസ, നിങ്ങൾ രണ്ടുപേരുടെയും സെലക്ഷൻ തുറന്ന് കാണിച്ചു കൊടുത്തില്ല. ഈ ക്യാമറ കാണിച്ചിട്ട് അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. അപ്പോൾ ഇന്ന് ഒരു വളരെ സ്പെഷ്യൽ എപ്പിസോഡാണ്. വിഷു സ്പെഷ്യലും തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണ്. അതിൻ്റെ റിലേറ്റഡ് കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് റിലീസാകാൻ പോകുന്ന ഒരു മൂവി തന്നെയാണ് ജയ് ഗണേഷ് എന്ന് പറയുന്ന മൂവി. ഇന്ന് വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ എൻ്റെ കൂടെ ഉള്ളത് ഉണ്ണി മുകുന്ദൻ. ഹലോ. താങ്ക് യു ഉണ്ണി. ഹലോ. അപ്പോൾ ഇന്നത്തെ വേറൊരു സ്പെഷ്യാലിറ്റി, ഉണ്ണിയോടൊപ്പം കുറേ ഉണ്ണികളാണ് ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് എന്ന് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ ഇന്ന് ഉണ്ണിയെ കാണാൻ, ഉണ്ണി മുകുന്ദനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഉണ്ണിയുടെ കൂടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സദ്യ കഴിക്കുന്നിടം വരെ അവർ കൂടെ ഉണ്ടാവും. അപ്പോൾ ഹലോ. ഹലോ, ഹായ് ഹായ് ഹായ്. അപ്പോൾ എന്തായാലും ഉണ്ണി വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഉണ്ണി വന്നപ്പോൾ തന്നെ ഉണ്ണിക്കൊരു സന്തോഷവും, കാരണം പിള്ളേർ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് ഇഷ്ടപ്പെടുന്നതും അവരുടെ, കാരണം വീഡിയോ കാണുമ്പോൾ അറിയാം, കാരണം ഇതിനകത്തും ഈ മൂവിക്കകത്തും അതിനകത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വന്ന ടൈമിൽ ഇപ്പോൾ ഹൗ ഡു യു ഫീൽ റൈറ്റ് നോ എന്ന് ചോദിച്ചു. സോ ആക്ച്വലി പെട്ടെന്ന് ഇത്രയും കുട്ടികളെ കാണുമ്പോൾ ഐ മിസ് ദേവനന്ദ ആൻഡ് ശ്രീപദ്. മാളികപ്പുറം എന്ന സിനിമ ഇതിന് മുന്നേ റിലീസായി ഓൾമോസ്റ്റ് മോർ ദാൻ 1.5 years ആയി. അപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷൻ സമയത്തും ഇങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് അവരെയാണ് മിസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് മുമ്പ് നമ്മൾ ജയ് ഗണേഷ് എന്ന് പറയുന്ന മൂവിയെ പറ്റി തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. സോ ജയ് ഗണേഷിൻ്റെ ചേട്ടൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ്. കേട്ടോ, April 11th സിനിമ റിലീസാവുന്നത്. അപ്പോൾ ആരൊക്കെ ഈ സിനിമ പോയി കാണും? ഫസ്റ്റ് ഡേ തന്നെ കാണുമോ? ആരൊക്കെ ഒറ്റയ്ക്ക് പോയി കാണും? ഒറ്റയ്ക്ക് കാണാൻ പറ്റുമോ? ഒറ്റയ്ക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടല്ല. അപ്പൊ കൂടെ ആരൊക്കെ ഉണ്ടാവും? അമ്മയും അച്ഛനും എല്ലാവരും ആയിട്ട്. അപ്പൊ എല്ലാവരും വിത്ത് ഫാമിലി പോയി കാണണം. ഉണ്ണിച്ചേട്ടനെ അറിയിക്കണം എങ്ങനെയാണെന്ന്. അപ്പൊ ആദ്യം ആർക്കാണ് ഉണ്ണിച്ചേട്ടൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു തുടങ്ങാം. ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്തും ചോദിക്കാം അല്ലേ? എന്ത് മൈൻഡിൽ എന്തോ അങ്ങനെ പ്രിപ്പറേഷനോ പരിപാടികളൊന്നും ഇല്ല. ചോദിച്ചോ. ഭയങ്കര ഫ്രഷ് ചോദ്യമായി പോയി. ഉണ്ണിച്ചേട്ടൻ ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീക്കും, 5-5:30 എണീക്കും. ആൻഡ് ദെൻ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു 10 kilometers കാർഡിയോ ഉണ്ട്. 10 kilometer നിങ്ങൾ പോവും രാവിലെ. തിരിച്ച് വന്നിട്ട് ഒരു ചില ദിവസം 8 മുട്ട അല്ലെങ്കിൽ 10 മുട്ട രാവിലെ കഴിക്കും. അതേ ദഹിക്കും. കുട്ടിക്കാലം മുതൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരണം. ഇത് ഇല്ല, അത് കഴിഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ. ഉണ്ണിച്ചേട്ടൻ ഒരുപാട് വിശക്കുന്നതാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും രാവിലെ. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ കുറച്ച് ജ്യൂസൊക്കെ ഉണ്ട്, പ്രോട്ടീൻ ഷേക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞൊരു 12-1 മണിയാകുമ്പോഴേക്കും 2 ചപ്പാത്തിയും ഇപ്പോൾ കുറച്ച് ചിക്കൻ കഴിക്കുന്നുണ്ട്. ഇത് വിഷു ആയതുകൊണ്ട് പക്ഷെ പറയാതിരിക്കാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയാകുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു യോഗട്ട് എന്താ പറയുക, തൈര് കൈൻഡ് ഓഫ് അതുണ്ട്, ഫ്ലേവേർഡ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് മുന്തിരിയൊക്കെ ഇട്ട് കഴിക്കും.
പിന്നെ ഒരു 6 മണി അല്ലെങ്കിൽ 6:30 ആകുമ്പോഴേക്കും ഒരു 2-3 ചപ്പാത്തി, എനിക്ക് വിശപ്പ് അനുസരിച്ച് കുറച്ച് കറി വെച്ചിട്ട് കഴിക്കും. അപ്പോൾ ഇത്രയും കഴിക്കും. പിന്നെ വൈകിട്ട് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യും. അപ്പോൾ 2 നേരം എക്സസൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇതാണ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ കുറച്ച് മസിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് ആ ടീഷർട്ടിനെ ഞാൻ കാണിച്ചേനെ പക്ഷേ ഞാൻ മറ്റേ വിഷയൊക്കെ ആയതുകൊണ്ട് ഒരു ഷർട്ടൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ടീഷർട്ട് ആയിരുന്നു കുറച്ചുകൂടെ കാണാമായിരുന്നു. പടത്തിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് ഉണ്ണിച്ചേട്ടൻ്റെ ലൈഫ് സ്റ്റൈൽ. മനുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താ? എന്ത് ഫുഡാണോ അതോ പാർക്കിൽ കഴിക്കുന്നതാണ്? ഫുഡിന്റെ കാര്യം പറയാം ആദ്യം. ഫുഡ് ഒരുപാട് ഫുഡ് ഉണ്ടല്ലേ. മനുട്ടി പറയായിരുന്നു മധുരമുള്ളതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന്. ആണോ? അങ്ങനെയല്ല, ഓവർ മധുരമുള്ളത് അങ്ങനെ കഴിക്കില്ല. ഓവർ ഓവർ. പിന്നെ പല്ലിങ്ങനെ ചോക്ലേറ്റ്സ് മധുരം ഇല്ലല്ലോ. പിന്നെ മനസ്സിലായി. ചേട്ടാ ഇങ്ങനെ തമാശ പറയാണ്. അല്ലു എന്തെങ്കിലും ഒന്നും പറയാ. എന്റെ കല്യാണം നമ്മൾ ഇന്ന് കല്യാണത്തിന് സദ്യ കൊണ്ടിട്ട് പോവാം. കല്യാണത്തിന് മുന്നിച്ചേട്ടാ പിന്നെ കഴിക്കാം. ആദ്യം സദ്യ കഴിക്കും. കരയിപ്പിക്കുക കുട്ടികളൊക്കെ. ആന്ന് പറ. വിളിക്കാം. എപ്പോഴാണ് ചേട്ടന്റെ കല്യാണം എന്നാണ് അല്ലു ഉദ്ദേശിച്ചിരിക്കുന്നത്? എപ്പോഴാ? എന്നായിരിക്കണം ഒരു ഏകദേശം എന്നായിരിക്കണം കല്യാണം? ഹലോ. അപ്പൊ ജി ഗണേഷിന്റെ റിലീസും അതെ മാരേജും എല്ലാം കൂടെ അല്ലേ ഒരുമിച്ച് അങ്ങ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആർക്കാണ് ചോദിക്കാനുള്ളത്? ഓക്കെ, എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? വേദനിപ്പിക്കുന്ന ചോദ്യമായി. ആക്ച്വലി നല്ലോണം പഠിക്കണം, ഒരുപാട് പഠിക്കണം. പക്ഷെ ഉണ്ണിച്ചേട്ടന് ഒരു സാഹചര്യം വന്നപ്പോൾ +2 വരെ പഠിച്ച് പിന്നെ വേറെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ പോയി. ബട്ട് ഐ തിങ്ക് ഒരു മിനിമം ഗ്രാജുവേഷൻ എങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഒരു ഗ്രാജുവേഷൻ. അല്ലു പേടിക്കരുത്, നമുക്കിനി ഒരുപാട് നേരം പഠിക്കാനുണ്ട്. അല്ല, ഒന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഒന്നോ? എന്താ 1ാം ക്ലാസ്സിൽ പോയിട്ടുണ്ടെന്നോ? 1ാം ക്ലാസ്സിൽ പോയിട്ടുണ്ടോ? 1, 2, 3 അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ മോണ്ടിസോറിയോ? മോണ്ടിസോറിയോ? LKG UKG UKG പിന്നെന്തോ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഫെയിൽ ആവാതെ +2 വരെ പഠിച്ചു. ഏതെങ്കിലും വിട്ടിട്ടുണ്ടോ? വിടാൻ പറ്റില്ല അങ്ങനെ. വിട്ടപ്പോ പിന്നെ മൊത്തത്തിൽ ഫെയിൽ ആയിട്ടില്ല. ഉണ്ണിച്ചേട്ടൻ ഫെയിൽ ആയിട്ടില്ല. 12th കഴിഞ്ഞ് ശരിക്കും ഉണ്ണിച്ചേട്ടൻ വേറൊരു രീതിയിലേക്ക് പോയി, ഫിലിം ആയിട്ട് റിലേറ്റ് ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ആക്ച്വലി എനിക്ക് ആദ്യം ക്രിക്കറ്റർ ആവണമെന്നുണ്ടായിരുന്നു ആഗ്രഹം. സ്പോർട്സിൽ ഏത് സ്പോർട്ടാണ് ഇഷ്ടം? എന്റെ അബ്ബക്കും അമ്മക്കും എനിക്കും ഒക്കെ മെസ്സിനെ ഇഷ്ടം. ഫുട്ബോൾ മെസ്സി ഫാൻസ് അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ. ആണോ? അതാണ് ഹെയർ സ്റ്റൈൽ ഉണ്ട് എല്ലാം. ഗോൾ അടിച്ചതിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ത് ചെയ്യും? സിമ്പിൾ. കാണിച്ചതാ ഇങ്ങനെ എല്ലാവർക്കും അറിയില്ലല്ലോ. ജസ്റ്റ് കാണിച്ചോ. ഇവിടെ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരി. ഒന്നുകൂടെ കാണിച്ചോ. ഞാൻ കണ്ടു. ഇനി ഇങ്ങനെ ക്യാമറയ്ക്ക് കൊണ്ട് ഇങ്ങനെ ഒരു അത് ശരി. അടിപൊളി. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ. എൻ്റെ റിയൽ പവർ എന്താ? ഐ തിങ്ക് എൻ്റെ റിയൽ പവർ എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, ഞാൻ എന്തൊക്കെ വിചാരിച്ചാലും എനിക്കത് നേടാൻ സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇമാജിൻ മാത്രം ചെയ്യില്ല, ദെൻ ഐ സ്റ്റാർട്ട് വർക്കിംഗ് ഓവർ ഇറ്റ്. അത് ഇന്ന സമയത്തിൽ കിട്ടണമെന്നല്ല. ആരോട്? ചോദിക്കൂ. ഞാൻ ഇതിന്റെ മുമ്പ് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവരോടൊക്കെ. അപ്പം നിങ്ങൾ ആരും പറഞ്ഞു കൊടുക്കരുത്. ഇല്ല ഞാൻ കേട്ടില്ല. ഏതായാലും അങ്ങനല്ല, കേട്ടു പക്ഷെ പറയില്ല. എവിടെയോ ഞാൻ കേട്ടില്ല. ഒരു ലോലിപോപ്പ് ഒരു കുട്ടി ഒരു കാട്ടിൽ അകപ്പെട്ടു. അപ്പൊ ആ കുട്ടീന്റെ കയ്യില് ലോലിപോപ്പ് ഉണ്ട്. ആ കുട്ടി എങ്ങനെ പുറത്തിറങ്ങും കാട്ടുന്ന? ലോലിപോപ്പ് കഴിച്ചുകൊണ്ട് പുറത്തിറങ്ങും. കുസൃതി ചോദ്യമാണല്ലേ? ആരും പറയരുത്, കിട്ടിയാൽ മനസ്സിൽ വെക്കണം. മനസ്സിൽ വെക്കാം. ഞാനും പറയുന്നില്ല, എന്റെ മനസ്സിലുണ്ട്.
ഓ ഓക്കെ ഞാൻ പറയണം. ഞാൻ പറയണം, വേറെ ആരും പറയണം. ഓ ഞാൻ പറയണത് ബാക്കി എല്ലാവരും മനസ്സിലാക്കി. ബാക്കി എല്ലാരും മനസ്സിലായി, പക്ഷെ ഞങ്ങൾക്കും അറിയത്തില്ല, അതാണ് വേറെ അതിനകത്ത് യാഥാർത്ഥ്യം. ഒരു ലോലിപ്പോപ്പും എന്നാ കാട്ടില്ല. ഞാൻ സത്യം പറയട്ടെ, എനിക്കറിയില്ല. അറിയില്ല. ക്ലൂ ഇതാ. ഒരു ക്ലൂ വാ. ഓക്കെ Clue ഇല്ല. please. എനിക്ക് അറിയില്ല ക്ലൂ. ഓക്കെ ഓക്കെ എന്നാ ഒരു ആൻസർ പറ. എന്താ എങ്ങനെ വരും? പറയട്ടെ. പറഞ്ഞോ. യെസ് പ്ലീസ്. ആ ലോലിപോപ്പ് കഴിച്ചിട്ട് അതൊരു സന്തോഷവേനായിട്ട് അവനിക്കെടുത്തു. ഞാൻ പറഞ്ഞില്ല ലോലിപോപ്പ് കഴിച്ചു പോകുന്നു. ഓ സന്തോഷവാൻ. ശരി ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ട്. ഞാനിത് പലയിടത്തും ഇറക്കും. ഞാനിത് ഒരു കാര്യം പറയട്ടെ, പറയൂ. അടുത്തത് വരാം. ഇതും കൂടെ കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഓക്കെ ഓക്കെ ചോദിക്കൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരാള് ഒരു വീട്ടിന്റെ അകത്ത് ഇരിക്കാണ്. അവിടെ കത്തിയൊന്നുമില്ല. കത്തിയില്ല. കത്തി പോലെ ഒന്നും വെട്ടാനുള്ള ഒരു സാധനം പോലെ അവിടെ. മൂർച്ചകളൊന്നുമില്ല. അവിടെ സ്വിച്ചും ലൈറ്റും പിന്നെ ഒരു ആപ്പിളും ഉള്ളൂ. ഇത് ഇവർക്ക് അറിയാം, അതുകൊണ്ട് നിങ്ങൾ ആരും മിണ്ടല്ലേ. മിണ്ടല്ലേ. നിങ്ങൾ ആരും മിണ്ടല്ലേ. ആ എന്നിട്ട് അപ്പം അയാൾക്ക് ആ ആപ്പിള് മുറിച്ചെന്നെ തിന്നണം. ഒരു ആപ്പിൾ ഉണ്ട് അയാളെ. അപ്പൊ അവിടെ കത്തിയൊന്നുമില്ല, പക്ഷെ ഒരു ലൈറ്റും സ്വിച്ചും ഉണ്ട്. എന്ത് ചെയ്യും? ഓ ലൈറ്റും സ്വിച്ചും ഉണ്ട്. ആപ്പിൾ മുറിച്ചേ കഴിക്കാൻ പാടും. ലൈറ്റ് സ്വിച്ച് എടുത്തിട്ട് ആ സ്വിച്ച് കൊണ്ട് മുറിക്കാൻ. ഇങ്ങനൊന്നും പറയരുത്. അല്ല ഞാൻ സത്യമല്ലല്ലോ പറഞ്ഞേ. പോലും കുടിക്കരുത്. അത് ക്ലൂ ആയിരുന്നു. അല്ല അത് ക്ലൂ അല്ല. അയ്യോ ക്ലൂ തരുവോ? ആപ്പിൾ. പാവണ്ടി ചേട്ടനല്ലേ, ഒരു ക്ലൂ കൊടുക്ക. എന്തെങ്കിലും ക്ലൂ താ. ഇതന്നെ ക്ലൂ. അവിടെ ലൈറ്റും സ്വിച്ചും ഉണ്ട്, അത്രേ ഉള്ളൂ. ലൈറ്റ് ഇട്ടാ അല്ല സ്വിച്ച് ഇട്ടാ ലൈറ്റ് ലൈറ്റ് വരും. ആ ലൈറ്റ് കൊണ്ട് ലൈറ്റ് കൊണ്ട് അടിക്കണം. അറിയില്ല. പറയട്ടെ. പറഞ്ഞേ പറ്റും. ആ സ്വിച്ച് ഇട്ടിട്ട് ആ ലൈറ്റ് കത്തൂലേ, അപ്പൊ ആ കത്തി എടുത്ത് മുറിക്കും. സ്വിച്ച് ഇട്ടാ ലൈറ്റ് കത്തും. കത്തി. അപ്പൊ ആ കത്തി എടുത്ത് മുറിക്കും. സ്വിച്ച് ഇട്ട് ലൈറ്റ് കത്തി. സ്വിച്ച് ഇട്ട് ലൈറ്റ് കത്തി. കത്തി. കത്തി എടുക്കും. ആരുടെ ഫാൻ ബോയ് ആണ്? ഞാനോ? എനിക്ക് എല്ലാ നല്ല ആക്ടേഴ്സിനെ ഇഷ്ടമാണ്. എനിക്ക് സ്പോർട്സിൽ കുറച്ച് പേര്, എനിക്ക് സൗരവ് ഗാംഗുലിനെ ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരെയും പോലെ. ഇപ്പം ഞാൻ നിങ്ങളുടെ ഫാനാണ്. ഹെയർ സ്റ്റൈൽ ഉണ്ണിച്ചേട്ടൻ ഇത്രയും മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പടം ചെയ്തപ്പോൾ അത് എന്നോട് മുറിക്കാൻ പറഞ്ഞു. ഗെറ്റ് സെറ്റ് ബേബി. ഇനി ഈ പടം കഴിഞ്ഞിട്ട് മുടി പിന്നെയും മുറിച്ച് കളയും. ഇതല്ലേ ലുക്ക്? ലുക്ക് ഇതാണ്, പക്ഷെ ഇങ്ങനെ ഓരോ ക്യാരക്ടർ വരുമ്പോൾ അനുസരിച്ച് മാറ്റണമല്ലോ. ഉണ്ണിയേട്ടൻ ഭയങ്കര ജിമ്മിലൊക്കെ പോകുന്ന ആളല്ലേ? ആ മസിലൊന്ന് കാണിച്ചിരുന്നു. അയ്യടാ ഇങ്ങനെ ഒന്ന് വെച്ചാ മതി അല്ലേ? ഇങ്ങനെ ഓ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു നമ്മുടെ സ്പോൺസറാണ് ബെയ്റ്റ് ഹോം സ്പോർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് കമ്പനി. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നോർമലി വീടൊക്കെ പണിയുന്ന ടൈമിൽ അതിൻ്റെ എസ്റ്റിമേറ്റ്സ് എടുക്കും. അപ്പോൾ ഈ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഒരു തുക വരും. അപ്പോൾ അത് പണിയുന്ന ടൈമിൽ നമ്മൾ മുഴുവൻ അടക്കണമെന്നൊക്കെ നമുക്കൊരു ഇതുണ്ടാവും. ഇതിൽ ആക്ച്വലി നമ്മൾ മുഴുവൻ അടക്കേണ്ട ആവശ്യമില്ല. പകുതി മാത്രം, അതും നിർമ്മാണ സമയത്ത് നമ്മൾ ഘട്ടങ്ങളായിട്ട് അടച്ചാൽ മതി. ബാക്കി പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മാസങ്ങൾ കൊണ്ട് നമ്മൾ അത് അടച്ചടച്ച് തീർത്താൽ മതി. പിന്നെ അത് മാത്രമല്ല, ഒട്ടും പലിശ ഇല്ലാതെ നമുക്ക് അടച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് വളരെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ 10 ഇയേഴ്സ് ഇവർ വാറണ്ടി തരും. പിന്നെ ഇതിൻ്റെ ഈ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, നമുക്ക് കാണാൻ പറ്റും ഈ ആപ്പിലൂടെ അണ്ടർ ക്യാമറ സർവേലൻസ് നമുക്കറിയാം എന്തൊക്കെ ഇത് നടക്കുന്നുണ്ട്. ഓരോ സ്റ്റേജസും ഫോട്ടോസ് എല്ലാ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാൻ കിട്ടുക ഈ ആപ്പിലൂടെ തന്നെ. ഈ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാൻ ഫ്രീ ആയിട്ട് ആ വീടിൻ്റെ മോഡൽ അല്ലെ പ്ലാൻ നമുക്ക് ലഭിക്കുകയും ചെയ്യാൻ പറ്റും. ഒരു ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. എല്ലാവിധ ആശംസകൾ. പിന്നെ ഒരു പെർഫോമൻസ് നമുക്ക് കണ്ടാലോ. അതായത് ഒരു മെന്റലിസ്റ്റിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുവാണ്. തീർച്ചയായിട്ടും ഇവിടെ മെന്റലിസ്റ്റ്, യെസ്, ഒരു മെന്റലിസ്റ്റ് ആണ്. ആൻഡ് ഇവിടെ വന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. സോ പ്ലീസ് ഒരു വലിയ കൈയടി. ആദ്യം മെന്റലിസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. യെസ്, ഈ കുട്ടികളെ എല്ലാവരും പറഞ്ഞു കൊടുക്കും. അപ്പോൾ എഹസാൻ നമ്മുടെ മെന്റലിസ്റ്റ് എന്ന് പറയാം. ശരിക്കും എന്താണ് ഈ മെന്റൽ? ഉണ്ണിച്ച് പറഞ്ഞ പോലെ അല്ലേ? ഓക്കെ, മെന്റലിസം എന്താണ്? ഈ ഒരാളുടെ മനസ്സ് വായിച്ചെടുക്കുന്നത്. വെരി ഗുഡ്. അത് ഒപ്പിയെടുക്കാൻ പറ്റും. പറ്റും, നമുക്ക് പറ്റും. എന്താ ശരി,
അയ്യോ എല്ലാവരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. അപ്പൊ ഇന്ന് എന്താണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്? ആരുടെ അടുത്താണ് അത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്? ചേട്ടൻ്റെ അടുത്തായിരിക്കുമല്ലോ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, ആ ആദ്യം തന്നെ ഈ കാർഡ് വെച്ചിട്ടൊരു മഞ്ജൂസ് തുടങ്ങാം. തുടങ്ങിയാലോ? ഈ കാർഡ്സിൽ കുറേ അധികം കാർഡ്സ് ഉണ്ട്, കാണാമല്ലോ. യെസ്. ഈ എല്ലാ കാർഡ്സിലും എന്താ ഏസ് സ്പേഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഉണ്ട്. എന്നെ കാണിക്കാം. സ്പീഡ്, അതെ, ഏസ് സ്പേഡ്. ഓക്കെ, ഈ ഏസ് സ്പേഡ് ഞാൻ ഇവിടെ വെച്ച് ഇവിടെ കൈ നീട്ടാവോ? ഈ കാർഡ് ഞാൻ കൈ തന്നു. ഇവിടെ പൊത്തി പിടിച്ചോ, കയ്യിൽ ഇങ്ങനെ തന്നെ പിടിച്ചോ. അപ്പോൾ ഏസ് സ്പേഡ് അല്ലേ കൈ ഇരിക്കുന്നത്. ഇനി എനിക്കൊരു കാർഡുണ്ട്, അതെന്താന്ന് വെച്ചാൽ ജോക്കറാണ്. ജോക്കർ ഞാൻ കാണിച്ചു തരാം. ജോക്കർ. ഓക്കെ, ജോക്കർ ഞാൻ കൈ നീട്ടിക്കേ തന്നു. ഒന്ന് പൊത്തി പിടിച്ചോ ഇങ്ങനെ. ഓക്കെ, അങ്ങനെ പിടിച്ചോ. അപ്പം ചേട്ടനിരിക്കുന്ന കാർഡെന്ന് പറഞ്ഞേ. ജോക്കർ. ഞാൻ കണ്ടു. ചേട്ടനിരിക്കുന്ന ഏസ് സ്പേഡ്. ഞാൻ മനസ്സിലൊരു മന്ത്രം ചെല്ലുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. ഓക്കെ ഓക്കെ, ഇനി ചേട്ടനിരിക്കുന്ന ഏസ് സ്പേഡ് ഞാൻ അടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ. ക്യാമറയിൽ കാണിച്ചു കൊടുത്തേ. നോക്കി അങ്ങോട്ട്. ശരി. അപ്പൊ എന്റെ എന്തായിരിക്കും? അപ്പൊ ഈ ചേട്ടന്റെ ജോക്കർ അല്ലേ? ജോക്കറാണ്. ഞാൻ കണ്ടോണ്ടാണ് കയ്യിൽ വെച്ചത്. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതിങ്ങനെ എന്തൊക്കെ മാറ്റാൻ പറ്റും? വലിയ കാറോ വണ്ടികളോ ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നല്ല കുട്ടി, അടിപൊളി, സൂപ്പർ, ഗംഭീരായിരുന്നു. ഈ കാർഡ് കൈ പിടിച്ചോ മുഴുവനായിട്ട്. ഈ കാർഡ് വെറുതെ മിക്സ് ചെയ്തോ. ഓക്കെ, എനിക്കിത് കാര്യമായിട്ട് അറിയില്ല. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്തോ. ഇനി ഞാൻ കാണാതെ ഈ കാർഡ് ഇങ്ങനെ നോക്കാം. ഓക്കെ, എന്നിട്ട് നോക്കിയിട്ട് ഇഷ്ടമുള്ളൊരു കാർഡ് എടുക്കുക. ഏതെങ്കിലും അത്രയും ചെയ്യട്ടെ. ഷഫിൾ ചെയ്ത് അകത്തുനിന്ന് അല്ലാതെ ഇടയ്ക്ക് എന്നെ കാണിക്കരുത്. ഓക്കെ, ഏതാ എടുക്കണ്ടേ? ആരും പറയരുത് കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, എടുത്തു. ബാക്കി കാർഡ്സ് എനിക്ക് തന്നേക്ക്. ആ കാർഡ് ഒന്ന് ക്യാമറയിലും കാണിച്ചു കൊടുക്കുക. കുഴപ്പമില്ല, കാണിച്ചോ? കണ്ടു. ഓക്കെ, ആ കാർഡിനെ ഈ കാർഡ്സിന്റെ മുകളിലേക്ക് വെച്ചോ, ഇങ്ങനെ മറിച്ച്. ഓക്കെ, ഇനി ആ കൈ നന്നേ നമ്മുടെ ഈ കാർഡ്സിന്റെ പുറത്തേക്കൊന്ന് വെച്ചേ. ഓക്കെ, എന്നിട്ട് ആ കാർഡൊന്ന് മനസ്സിൽ കൊണ്ട് ഞാൻ മനസ്സിൽ നിന്ന് ആ കാർഡ് പറയാൻ ശ്രമിക്കുക. ഓക്കെ, മനസ്സിൽ നിന്ന് ആ കാർഡ് ഞാൻ പറയാൻ ശ്രമിക്കുക. ഓക്കെ, എനിക്കൊന്നൊരു എന്താ നമ്പർ കാർഡല്ല, എന്തോ ഒരു സ്പെല്ലിംഗ് ആണ്. ആണോ? ആണ് ആണ് ഞാനെന്ന് പറയണോ? ആണ്, ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു സ്പെല്ലിംഗ് ഉണ്ടല്ലോ, ഒരു ലെറ്റർ കാണുമല്ലോ, ആ സ്പെല്ലിംഗ് മനസ്സിലേക്ക് കൊണ്ടുപോവാ. കെ ആയിരുന്നു. ഓക്കെ, ആയിരുന്നു. എൻ്റെ കളർ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. റെഡ് ആയിരുന്നു. ഇനി ചിഹ്നം മനസ്സിലേക്ക് കൊണ്ടുപോവാ. ഡയമണ്ട്. കെ ഡയമണ്ട്. എന്തൊരു പ്രൊഡിക്ഷനാ. കൈ വെച്ചു നോക്കരുത്. ഇത് ഞാൻ കൈ വെക്കണം. നോക്കാതെ വെച്ചോ. ഈ എല്ലാ ഫോണിലും നോട്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അറിയാവോ? ഈ നമ്മൾ മറന്നു പോയിരിക്കാൻ വേണ്ടി കുറിച്ച് വെക്കുന്ന ഒരു കാര്യം അറിയാം. ഈ ഫോണിൽ നോട്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഈ 100 സെലിബ്രിറ്റീസിന്റെ പേരുണ്ട്. ഈ ലോകം അറിയപ്പെടുന്ന 100 ആൾക്കാരുടെ പേര്. 1, 2 എന്നിട്ട് 100 ആൾക്കാരുടെ പേരുണ്ട്. അപ്പൊ ചേട്ടൻ 1-നും 100-നും ഇടയിലുള്ളൊരു നമ്പർ പറയണം. ആ നമ്പറിൽ ആരാണെന്ന് നോക്കാം. ഓക്കെ, പറഞ്ഞോ. 22. 100-നും 1-നും ഇടയിലുള്ള സംഖ്യ പറയാൻ പറയുമ്പോൾ 22 പറഞ്ഞത്. മാറ്റണമെങ്കിൽ മാറ്റാം, പിന്നെ പറ്റത്തില്ല. ഇല്ല, വേണല്ലോ. 22. 22ാമത് എൻ്റെ നോട്ട്സിൽ ആരാ നോക്കിയേ? വാച്ച് കൊടുത്തോണേ. 22. ഡൊണാൾഡ് ട്രംപ്. ഇത് വേറെ എവിടെയെങ്കിലും വരുന്ന നോക്കിയേ? ചേട്ടൻ പറഞ്ഞ നമ്പറിലല്ല വേറെ എവിടെയെങ്കിലും വരുന്ന നോക്കിയേ? ഈ പേരല്ലേ? ഞാൻ നോക്കിയോ, കാണിച്ചു തരാം. പെട്ടെന്ന് കാണുന്നില്ല, ബട്ട് ഐ തിങ്ക് മാത്രമേ ഉള്ളൂ. ഇല്ലല്ലോ. ഓക്കെ, ഇനി വേണോ? എന്താ അറിയാമോ, എൻ്റെ നോട്ട്സിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, എന്താ അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഫുഡ്സ്, എന്താ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതേപോലെ 1, 2 എന്നിട്ട് വെച്ചേക്കുക.
ഇപ്പം ചേട്ടൻ ഒരു 1-100 നമ്പർ പറയുന്നു, നമ്പറിൽ നമ്മൾ എന്താണെന്ന് നോക്കുന്നു. ശരി ശരി, പറഞ്ഞോ. നമ്പർ പറയട്ടെ. 49. 49 49. അതെ. ഇത് മാറ്റണമെങ്കിൽ മാറ്റാം, ഒരൊറ്റ അവസരം. ഇല്ല ഇല്ല, ഉറപ്പാണ്? 49 ഇല്ല, ഉറപ്പാണ്. ഉറപ്പാണ്. ഇതിനകത്ത് 49 നടക്കുന്ന ആരാ നോക്കിയേ? നോട്ട്സ്, ഷോപ്പിംഗ് ലിസ്റ്റ്. ഓക്കെ, 49 അല്ലേ? കാണിച്ചു തരാം. ആരാണ്? പിസ്സ പിസ്സ പിസ്സ. പിസ്സ. ഈ പിസ്സ വേറെ എവിടെയെങ്കിലും പറഞ്ഞ് നോക്കിയാൽ കാണിച്ചു തരാം. ഇങ്ങനെ നോക്കിയാൽ മതി. കാണാമല്ലോ, കാണുന്നുണ്ടല്ലോ. ഇല്ല, ബാക്കി ഐസ്ക്രീം ഇത് അത് ഇതൊക്കെ. അപ്പം ഡൊണാൾഡ് ട്രംപ്, പിസ്സ, ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും സെലക്ഷൻ ആണ്. ഞാനിത് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുള്ള ആ ഒരു നമ്പർ വായിച്ചെടുത്തിട്ട് ഒരു സംഭവം കൊടുത്തായിരുന്നു, ഒരു പ്രഡിക്ഷൻ. ആ തുറന്ന് കാണിച്ചു കൊടുത്തില്ല എല്ലാവർക്കും. എന്താണെന്ന് കാണിച്ചു കൊടുത്തേ, ഈ ക്യാമറ കാണിച്ചു കൊടുത്തേ. എന്റെ ഞാനോർത്തേ ഒരു ഫോട്ടോയില് ഡൊണാൾഡ് ട്രംപ്, ഒരു ഫോട്ടോയില് പിസ്സ എങ്കിലും ആയിരിക്കും. ഇത് കഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ മാറ്റണം എന്ന് വെച്ചപ്പോ ഞാൻ 48 പറഞ്ഞിരുന്നേ ഇത് തുറക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. സൂപ്പർ മാൻ, സൂപ്പർ. എല്ലാവരും ആശംസകൾ നേരുന്നു. ആൻഡ് ഗംഭീരാവട്ടെ. ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഈ മെന്റലിസത്തിന്റെ ഏറ്റവും ടോപ്പ്. ഇഫ് ദർ ഈസ് സംതിങ് ഡെഫിനറ്റ്ലി നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. വി ആർ ഓൾ ഇംപ്രസ്ഡ്. ആൻഡ് എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഗംഭീരമാണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. താങ്ക് യു. മൈക്കൂട്ട, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഫൈനലായിട്ട്? ഉണ്ണിച്ചേട്ടൻ 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? ഉണ്ണിച്ചേട്ടന് 10ാം ക്ലാസ്സിൽ 80% മാർക്ക് ഉണ്ടായിരുന്നു. 80 അല്ല 80. ഉണ്ണിച്ചേട്ടൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10th വരെ 8, 9, 10, 11, 12 നല്ല മാർക്കായിരുന്നു. അത് ഉണ്ണിച്ചേട്ടൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടോ? അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. ഉണ്ണിച്ചേട്ടൻ്റെ എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഇപ്പോൾ ബാങ്കിലാണ്. ചേച്ചി ആദ്യം സ്കൂൾ ടീച്ചറായിരുന്നു, പിന്നീട് അവിടെ ഇരുന്ന് പഠിച്ച് ബാങ്കർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിങ്ങിൽ മാറി. സോ ചേച്ചിയും എന്നെക്കാളും നന്നായിട്ട് പഠിച്ച കുട്ടിയായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഉണ്ണിച്ചേട്ടന് ഇങ്ങനെ ആർട്സിനോട് ഒരുപാട് താല്പര്യം തോന്നി. എന്താണ് ഐ തോട്ട് ഐ ക്യാൻ, ഞാൻ പോയംസ് ഒക്കെ എഴുതുന്ന കുട്ടിക്കാലത്ത് പോയംസ് എഴുതിയിട്ടുണ്ട്. ഐ യൂസ് ടു റൈറ്റ് ഷോർട്ട് സ്റ്റോറീസ് എഴുതും, ചെറുകഥകളൊക്കെ എഴുതും. അപ്പോൾ അതൊക്കെ മാറിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ലൈഫിൽ ബട്ട് യു ഷുഡ്, ഞാൻ ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയാണ്, യു ഡെഫിനറ്റ്ലി ഷുഡ് ഹാവ് എ ഡിഗ്രി. ഒരു എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ലൈഫ് വിൽ ടേക്ക് യു സംവെയർ. സോ ജസ്റ്റ് ബി, ഉണ്ണിച്ചാട്ടൻ +2 വരെ പഠിച്ചുള്ളൂ, ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കരുത്. നിങ്ങളുടെ അച്ഛനമ്മ എന്നെ വിളിക്കും, എന്തിനാ ഞങ്ങളെ കുട്ടിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, എന്നെ ചീത്ത കേൾപ്പിക്കുമോ? ഓക്കെ, കേൾപ്പിക്കുന്നു. ജയഗണേഷ് സിനിമയിൽ ഉണ്ണിച്ചേട്ടൻ എപ്പോഴും ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുന്നത്. അത് ജയഗണേഷ് എന്ന സിനിമ കാണണം. ജയഗണേഷ് എന്ന സിനിമ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ണിച്ചാട്ടൻ ഇങ്ങനെ ഒച്ചപ്പാട് വെക്കുന്നതെന്നൊക്കെ മനസ്സിലാവും. ഗൗരിക്കുട്ടി, എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ ഫൈനലായിട്ട്? സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടികളുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ അതൊരു ലക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? യെസ്, നല്ല ക്വസ്റ്റൻ അല്ലേ? നല്ല ക്വസ്റ്റൻ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ബിക്കോസ് യു ആർ ഓൾ വെരി ബ്യൂട്ടിഫുൾ കുട്ടികളാണ്. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ണിച്ചാട്ടിന് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നാറുണ്ട്. പിന്നെ ടെൻഷൻ കുറവാണ്. കുട്ടികളൊപ്പം കളിച്ചും ചിരിച്ച് ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റും. അപ്പോൾ മാളികപ്പുറം സിനിമയിൽ 2 കുട്ടികളുണ്ടായിരുന്നു, ഭയങ്കര ലക്കിയായിട്ട്. ജയഗണേഷ് എന്ന സിനിമയിൽ റയൻ എന്ന് പറഞ്ഞ മോനുണ്ട്. അവന് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞല്ലോ, അവന് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഹി വുഡ് ഹാവ് ബീൻ ഹിയർ. ഈസ് ഓൾസോ ഗുഡ്. പിന്നെ ഇന്ന് നിങ്ങളെ ഈ ജയഗണേഷ് എന്ന സിനിമ ചെയ്തപ്പോൾ കുട്ടികളായത് ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ പോസിറ്റീവായിട്ട് കാണുന്നത്. നിങ്ങളൊക്കെ ഉണ്ണിച്ചേട്ടൻ്റെ ലക്കി ഫാക്ടർ ആയിരിക്കും. അതെ, ഉണ്ണിച്ചേട്ടൻ ഞങ്ങളെപ്പോലെ ഈ ഒരു പ്രായത്തിലുള്ളപ്പം ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഉണ്ണിച്ചേട്ടൻ ഭയങ്കര ഇങ്ങനെ നെർവസ്. ആൻഡ് ഞാൻ ഇത്രയൊന്നും സംസാരിക്കില്ല. എനിക്ക് നിങ്ങളുടെ അത്രയുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ എവിടെയെങ്കിലും സൈഡിൽ ഒതുങ്ങി നിൽക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു എനിക്ക്. ആൻഡ് ഐ തിങ്ക് എൻ്റെ അച്ഛനമ്മ അത് മനസ്സിലാക്കി ഒരു പോയിൻ്റ് ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ ആക്ടർ ആവണമെന്നും അല്ലെങ്കിൽ സിനിമകൾ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ദേ വർ വെരി മോട്ടിവേറ്റിംഗ്. ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നില്ലേ എല്ലാ കാര്യത്തിലും? ഇപ്പോൾ അമ്മ അച്ഛനിലത് പഠിപ്പിച്ചു തന്നെ മോൾക്കും എല്ലാവർക്കും. അല്ലൂട്ടി അങ്ങനെയല്ലേ, ഭയങ്കര സപ്പോർട്ടിങ് അല്ലേ? അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ പാരൻസും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നു. പിന്നെ തനിയെ ചെയ്യാൻ തുടങ്ങി. ബട്ട് ഈ ചെറുപ്രായത്തിൽ
ഞാൻ ഇത്രയും മിടുക്കനൊന്നും ആയിരുന്നില്ല. ഇവർക്ക് പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്. നമുക്കൊരു പാട്ട് കേൾക്കാം. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ ആരാണ് പാടുന്നേ പാട്ട്? നമുക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് ലേഡീസ് ഫസ്റ്റ്. പെൺകുട്ടികള്. ഓക്കെ. അതെ. മാളൂട്ടി പാടൂല? അപ്പൊ പാടിക്കോ, കുഴപ്പമില്ല. സെറ്റ്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാടി. നിലവിനഴകെ താനമരികെ ചിരിയും ചിരിയെ രാവിലുയരാം ചിരവിനഴയാൽ തൂപ്പനുണരും മനസ്സിൽ വെറുതെ. അടിപൊളി അടിപൊളി അടിപൊളി. നന്നായിട്ട് പാടി കേട്ടോ. സൂപ്പർ. ഋത്തിക, എന്താണ് ഇനി ചോദിക്കാൻ? ചേട്ടൻ ആദ്യമായിട്ട് പുറത്തു പോയപ്പം ആദ്യമായിട്ട് കണ്ട സെലിബ്രിറ്റി? ഞാൻ ആദ്യമായിട്ട് കണ്ട സെലിബ്രിറ്റി ലൈഫിൽ ആദ്യമായിട്ട് അല്ലേ? അതല്ല ഉദ്ദേശിച്ചത്, നേരിട്ട് കണ്ടത്. എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഗിരീഷ് പുത്തഞ്ചേരി സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഹമ്മദാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഈ അസോസിയേഷൻ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഒരു അരങ്ങേറ്റം ഒരു കുട്ടിയുടെ നടക്കണമെന്ന് അന്ന് ചീഫ് ഗസ്റ്റായിട്ട് വന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറായിരുന്നു. ഇനി ആരാണ് പാട്ട് പാടുന്നേ? യെസ്, പാട്ട് പാടി ഒരുമിച്ച് സെയിം ഡ്രസ്സൊക്കെ അല്ലേ, ഒരു സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് തന്നെ പാടാം. ഓക്കെ. ഫ്ലിപ്പൊക്കെ അടിക്കും ആണോ? പിന്നെ അത് കാണിക്കണം കേട്ടോ. ആ ना सोए हूँ ख्याल में तेरे कोई हूँ kulli majar shof kan majar ayni shof arwasha kalbi ay insurana habbi habbi kana arif kadu ഒരു ബിലീബി ay അടിപൊളി. ഓക്കെ. അപ്പൊ ഈ ലാസ്റ്റ് പോർഷൻ അറബിക് ആയിരുന്നു അല്ലേ? വെരി നൈസ് വെരി നൈസ്. അത് മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് ഇവർ ഈ ഫ്ലിപ്പൊക്കെ അടിച്ച് കറങ്ങുകയൊക്കെ ചെയ്യും. ഇതൊക്കെ എവിടെ നിന്നെങ്കിലും പഠിച്ചേ? ഇപ്പൊ പേടി തോന്നില്ല? ഇപ്പൊ എല്ലാം കൺട്രോളിലല്ലേ? പ്രാക്ടീസ് ചെയ്ത് വെരി ഗുഡ് വെരി ഗുഡ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ സിനിമയിലാ? ഇവിടെ എല്ലാവരും സിനിമ താരങ്ങളാണ്. ഏത് പടത്തിലാ വർക്ക് ചെയ്തേ? ടൊവിനോ. ആരെ ഇഷ്ടം? ടൊവിനോനെയാണ് ഇഷ്ടം, അത് ഉണ്ണിമുഖത്തിനാണ് ഇഷ്ടം? പറഞ്ഞിട്ട് പോയാൽ മതി. എന്നാലും ഇത്തിരി കൂടുതൽ ആരായിരിക്കും? എനിക്ക് തന്നെ വേണം. ഞാൻ കുറെ ആഗ്രഹിച്ചിട്ട് കണ്ടതാണ്. ആണല്ലേ? ഞാൻ പറഞ്ഞേക്കാം. ഫ്ലിപ്പ് ചെയ്യണ്ട. ഫ്ലിപ്പ് ഇവിടെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ആണോ? ഒന്ന് ട്രൈ ഔട്ട് ചെയ്താലോ? അടിപൊളി. എത്ര ടൈം എടുത്തത് പഠിച്ചെടുക്കാൻ? കൊറേ ടൈം എടുത്തോ പഠിക്കാൻ? 2 മാസം കൊണ്ട് പഠിച്ചു? Two years എടുത്തു. കുഴപ്പമില്ല. അർപ്പിത, എന്താണ് അർപ്പിത വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്തുണ്ട് വിശേഷം? വിഷു ഒക്കെ എങ്ങനെ ആഘോഷിക്കാം? എന്താണ് ഇഷ്ടം? എന്നെ പോലെ തന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലേ? പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ? അതെ, ഒന്നുമില്ല, സുഖമായിട്ടൊക്കെ ഇങ്ങ് പോകുന്നു. എന്തായാലും ഇത് കഴിഞ്ഞ് സദ്യ കഴിക്കണം അല്ലേ? ഓക്കെ. എന്താ ചോദിക്കാനുള്ളത് അടുത്ത്? സാറിനെ മാളികപ്പുറം കണ്ടിട്ട് എന്താണ് ആദ്യം കണ്ട നടി ആരാണ്? ഞാൻ സിനിമ കണ്ടതിന് ശേഷം ഞാൻ കണ്ട നടിയോ? അതെന്ത് ചോദ്യം? ഞാൻ എല്ലാവരെയും കണ്ടു. എനിക്ക് ഓർമ്മയിലില്ല അങ്ങനെ ഇന്ന ആളെ ഞാൻ കണ്ടു. ഓ, അതായത് എനിക്കൊന്ന് ആദ്യമായിട്ട് കണ്ട നടി ആരാന്നാണോ ചോദിച്ചേ ലൈഫില്? ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് കണ്ട നടി ഐ തിങ്ക് എൻ്റെ ഫസ്റ്റ് സിനിമയിലെ നായിക. അല്ല, അതിന് മുന്നേ ഞാൻ ഞാൻ അനന്യയുടെ ഒപ്പമാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തത്, ഞാൻ തമിഴ് സിനിമയിൽ. പക്ഷെ അതിന് മുൻപ് ഞങ്ങളിങ്ങനെ കുറച്ച് ഓഡീഷൻ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശിവത അറിയോ? ശിവത വേറെ ആക്ട്രസ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവരും ഈ സിനിമയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും ചേട്ടനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എസ്പെഷ്യലി വിത്ത് കിഡ്സ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഫീൽ സോ ഗുഡ് അല്ലേ? താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. അൺവൈൻഡ് ആവാൻ പറ്റുന്ന ഒരു ജിഞ്ചർ മീഡിയ ഇത് ഈ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് താങ്ക് യു സോ മച്ച്. കുട്ടികൾക്ക് എല്ലാവരോടും ഉണ്ണിച്ചേട്ടൻ്റെ വക ഹാപ്പി വിഷു. ഐ മീൻ സോ ഹാപ്പി എനിക്കിങ്ങനെ നിന്ന് വരാൻ സാധിച്ചതും നിങ്ങളെല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞതും.
ആൻഡ് ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ഉണ്ണിച്ചേട്ടൻ്റെ പുതിയ സിനിമ ജയ് ഗണേഷ് വിത്ത് ഫാമിലി പോയി കാണും. ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. അല്ലുകുട്ടാ, താങ്ക് യു സോ മച്ച്. ഇത് വ്ളോഗിൽ വരുമോ? വാ നമുക്കൊരു വ്ളോഗ് എടുത്തോ. ഇങ്ങനെ ബാ ഒരെണ്ണം എടുക്കാം. ഈ ഷോനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് എങ്ങനെ പറയാം? എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അല്ലിപ്പൻ. അല്ലുപ്പൻ്റെ ഒപ്പം ഉണ്ണി മുകുന്ദൻ. യെസ്. ഹോളിഡേയിൻ്റെ സ്പെഷ്യൽ സദ്യയാണ്. എനിക്കൊന്നും വിഷുവിൻ്റെ ടൈമിൽ അടിപൊളി സദ്യയുണ്ട്. എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ഹോളിഡേയിൻ സ്പെഷ്യൽ സദ്യ അടിപൊളി. ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഭാഗ്യമുണ്ട്, അതിന് മുമ്പേ കഴിക്കാൻ പറ്റി. നല്ല സദ്യ. താങ്ക് യു അഗൈൻ വൺസ് അഗൈൻ ജിഞ്ചർ മീഡിയയ്ക്ക് ഒരു തംസ് അപ്പ് കൊടുത്ത എല്ലാവരും.